ഇത് നമ്മുടെ ദേവുവിൻ്റെ ഹൽദിയുടെ തലേന്നുള്ള ഞങ്ങളുടെ വേറൊരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ വരെ സത്യം പറഞ്ഞാൽ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരിക്കലും തീരാത്തൊരു ഷോപ്പിംഗ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ തൊട്ട് റെഡിയാവാൻ തുടങ്ങിയതാണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 2:30-2 മണി ആയിട്ടുണ്ടായിരുന്നേ. അതെങ്ങനെയാണ് ഞങ്ങൾ എവിടെ പോകാൻ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാലും ആ ഒരു സമയമാവും ഞങ്ങൾ എങ്ങനെ ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനായിരുന്നു. നമ്മുടെ ഒബാമയുടെ തട്ടുകടയിൽ നിന്ന് ഞെട്ടിക്കൽ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. പക്ഷേ ബില്ല് വന്നപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടി. പിന്നെ അവിടെ നേരെ പോയത് പർപ്പിളിലേക്കാണ്. നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. കല്യാണത്തിന് ഒന്നും മിനുങ്ങണമായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ നേരെ പർപ്പിളിലേക്ക് തന്നെയാണ് വെച്ച് പിടിച്ചത്. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് നമ്മുടെ പള്ളിമുക്കിലുള്ള സലൂൺ ഡിയാറിലേക്കാണ്. നമ്മൾ ദേവുവിനെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ സ്റ്റാഫിൻ്റെ അവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അതിനെക്കുറിച്ച് പറയല്ല. അത്രയും നൈസായിട്ടുള്ള സർവീസായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവരുടെ വർക്കും അടിപൊളിയായിരുന്നു. ദേവുവിന് എന്തോ ഒന്നും തന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, പക്ഷേ എന്തോ ഭയങ്കരമായിട്ട് ദേവുവിന് മാത്രമല്ല ഞങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നേരെ നമ്മൾ പോയത് ധന്യ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. കല്യാണം പ്രമാണിച്ച് കുറച്ച് ബക്കറ്റ് സാധനങ്ങളും പാത്രങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പുൽക്കൂട് സ്റ്റാർ നക്ഷത്രമൊക്കെ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. അപ്പോഴാണ് ക്രിസ്മസ് ആയെന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കല്യാണ തിരക്കിൻ്റെ ഇടയിൽ എല്ലാം ഞങ്ങൾ മറന്നു പോയിട്ടുണ്ടായി. അങ്ങനെ ഏകദേശം ഒരു 10 മണിയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു.